കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിധിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം പറയുന്നത് ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഭർത്താവ് താമസിക്കുന്ന മാട്രിമോണിയൽ ഹോമിലാണ് താമസിക്കേണ്ടത്. അപ്പോൾ മാട്രിമോണിയൽ ഹോം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, മറ്റു സഹോദരന്മാരും കൂടിയിട്ടുള്ള തറവാട് വീടാകാം, അല്ലെങ്കിൽ ഭർത്താവ് ജോലി സംബന്ധമായി വേറെ എവിടെയെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ വാടക വീട്ടിലും താമസിക്കാം. ഈ രണ്ട് സ്ഥലങ്ങളെയാണ് നമ്മൾ സാധാരണ മാട്രിമോണിയൽ ഹോം എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, ഭാര്യയുടെ വീട് ഒരിക്കലും മാട്രിമോണിയൽ ഹോം എന്ന് പറയുന്ന നിർവചനത്തിൽ വരുന്നില്ല. ഓക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് ഗർഭിണിയാവുകയോ പ്രസവിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഭാര്യയുടെ വീട്ടിൽ പോയി താമസമാക്കുകയും കുട്ടീനെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു ക്രൂരകൃത്യം ചെയ്യുകയും കുട്ടീനെ കാണണമെന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ വേണമെന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുകയും ചെയ്യുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കലാപരിപാടികൾക്ക് എതിരെയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാതിരിക്കുന്ന ഒരുപാട് പാവങ്ങളായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ ആ ഭർത്താക്കന്മാർക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വിധി ഇങ്ങനെയാണ്: ദ ഹൈക്കോർട്ട് ഹാസ് റീസെൻ്റ്ലി ഒബ്സർവ്ഡ് ദാറ്റ് എ വൈഫ് ലീവിംഗ് ദി മാട്രിമോണിയൽ ഹോം or leaving her husband's company repeatedly without any fault on the part of the husband constitutes an act of mental cruelty എന്നാണ് പറയുന്നത്. അതായത് ഭർത്താവിൻ്റെ തെറ്റുകളൊന്നുമില്ലാതെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ഭാര്യയുടെ വീട്ടിൽ താമസമാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഭർത്താവിനോട് ഭാര്യ ചെയ്യുന്ന ഒരു മെൻ്റൽ ക്രൂവാലിറ്റി അല്ലെങ്കിൽ ഒരു മാനസിക പീഡനമായി കണക്കാക്കണം എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെ കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭർത്താവ് കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിന് അനുകൂലമായിട്ട് ഭാര്യയിൽ നിന്നും ഡിവോഴ്സ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇറ്റ് കൺക്ലൂഡഡ് ദാറ്റ് ദ വൈഫ് ഡെസേർട്ടഡ് ദ അപ്പല്ലറ്റ് വിത്തൗട്ട് എനി റീസണബിൾ കോസ് ആൻഡ് ഈസ് എൻടൈറ്റിൽഡ് ടു ഡിവോഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡെസേർഷൻ. അങ്ങനെ മാട്രിമോണിയൽ ഹോമിൽ നിന്നും ഇറങ്ങിപ്പോയ ആ ഒരു വൈഫിനെ ദാമ്പത്യ ബന്ധത്തിൻ്റെ വോളണ്ടറി ഡെസേർഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിന് അനുകൂലമായിട്ടുള്ള ഒരു ഡിവോഴ്സ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മ്യൂച്വൽ ഡിവോഴ്സുകളിലും മറ്റും കാണുന്ന പോലെയുള്ള ലക്ഷങ്ങൾ എന്ന് പറയുന്ന, അറിയാലോ, ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യമാർ പറയുന്നൊരു സംഖ്യ പലപ്പോഴും 50 ലക്ഷം 60 ലക്ഷം രൂപയ്ക്ക്. പക്ഷേ ഈ ഒരു സെക്ഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഓടി വന്ന ഒരു 40,000 50,000 രൂപ മാത്രമാണ് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഭർത്താക്കന്മാരുടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യമാർ പിണങ്ങി നിങ്ങളുടെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അതൊരു വോളണ്ടറി ഡെസേർഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്? ഭർത്താവിനാണ്. അപ്പോൾ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? ഭാര്യ നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നു, ഒരുപാട് വട്ടം നമ്മൾ തിരിച്ചു വരുവാനായിട്ട് പല ആൾക്കാരും മുഖാന്തരം സംഭാഷണങ്ങൾ നടത്തിയിട്ടും തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് അല്ലെങ്കിൽ RCR ഫയൽ ചെയ്യാം. കഴിഞ്ഞ കൊല്ലം വരെ 2 വർഷം വരെയായിരുന്നു RCR പറയുന്നത്. 2 വർഷം ഫയൽ ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടും ഭാര്യ തിരിച്ചു വന്നില്ലെങ്കിൽ ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടായിട്ട് കണക്കാകാം. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് ശേഷം അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിത് വീണ്ടും കാണാം. ബൈ.